ഫാഷൻ ഡിസൈനിങ് അത് ഹൃദയത്തിൽ നിന്ന് തുടങ്ങാം. KM George Memorial School of Fashion Designing and Garment Technology. മൂവാറ്റുപുഴ നഗരസഭയിലെ ദുർഭരണത്തിനെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി BJP. MLAയുടെയും MP യുടെയും നഗരസഭയുടെയും കെടുകാര്യസ്ഥത മൂലം നഗരത്തിൽ വികസന മുരടിപ്പാണെന്നും BJP ആരോപിച്ചു. കഴിഞ്ഞ 4.5 വർഷമായി മൂവാറ്റുപുഴ നഗരസഭയിൽ വികസന മുരടിപ്പും ദുർഭരണവുമാണെന്നാരോപിച്ച് BJP മൂവാറ്റുപുഴ മണ്ഡലം സമിതിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം ആരംഭിക്കാനൊരുങ്ങുന്നു. കുറച്ചു നാളുകളായി നഗരത്തിലെ മാലിന്യ ശേഖരണം നിർജീവാവസ്ഥയിലാണ്. ഭക്ഷണ മാലിന്യങ്ങൾ എടുക്കാൻ വേണ്ടി മാത്രം ഒരു ഏജൻസിയെ നിയോഗിക്കുകയും അവരുടെ ഫാമിലേക്കായി ഹോട്ടലുകളിൽ നിന്നും വീടുകളിൽ നിന്നും ഭക്ഷണ മാലിന്യങ്ങൾ എടുക്കുന്ന രീതിയാണ് നിലവിലെ രീതിയെന്നും BJP മൂവാറ്റുപുഴ മണ്ഡലം സമിതി പ്രസിഡന്റ് T. ചന്ദ്രൻ പറഞ്ഞു. പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണല്ലോ. ഒരു ഏജൻസിയെ മുനിസിപ്പാലിറ്റി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർ ഫുഡ് വേസ്റ്റാണ് കൂടുതലും എടുക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചുകൊണ്ട് അവരുടെ ഫാമിലേക്ക് ഫുഡ് വേസ്റ്റ് എടുക്കുന്ന ഒരു രീതി മാത്രമാണ് കാണുന്നത്. അവിടെയാണ് BJPയുടെ ആരോപണം. കാരണം വ്യക്തികൾ ഫുഡ് വേസ്റ്റ് ഇപ്പോൾ ഹോട്ടലുകളായാലും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ആണെങ്കിൽ പോലും സ്കൂളുകളിൽ നിന്നൊക്കെ ആണെങ്കിൽ പോലും ഫുഡ് വേസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്ന ആൾ മുനിസിപ്പാലിറ്റിക്ക് ഇത്ര രൂപ അല്ലെങ്കിൽ ആളുകളുടെ കയ്യിൽ നിന്ന് വ്യക്തികളുടെ കയ്യിൽ നിന്ന് ഇത്ര രൂപ ആണ് ഈടാക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ ഒരു സ്കൂളിൽ ഉദാഹരണത്തിന് സ്കൂളിൽ ഒരു ബക്കറ്റ് വേസ്റ്റ് ഉണ്ടെങ്കിൽ അതിന് അവർ 150 രൂപ ഒരു ചാക്ക് വേസ്റ്റ് എടുക്കുന്നതിന് ഈടാക്കുന്നു. നഗരവികസനവുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ നഗരസഭയുടെ റിംഗ് റോഡുകൾ മുഴുവനും തകർന്ന് അറ്റകുറ്റപ്പണികൾ പോലും നടത്തുവാൻ നഗരസഭാ ഭരണസമിതി ശ്രമിക്കുന്നില്ലെന്നും BJP ആരോപിച്ചു. സാധാരണഗതിയിൽ ഒരു റോഡ് പണി നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു വശം പൂർണ്ണമായിട്ടും പണിത് അവിടെ ഗതാഗതം പുനഃസ്ഥാപനത്തിന് ശേഷമാണ് മറ്റുള്ള സൈഡ് പണി തുടങ്ങുന്നത് തന്നെ. അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ മൂവാറ്റുപുഴയിലെ റിംഗ് റോഡുകളെല്ലാം അതിൻ്റെ അറ്റം മൂവാറ്റുപുഴ പട്ടണത്തിലേക്ക് എത്തുന്നത് എവിടെയാണോ അവിടെ മാന്തി പൊളിച്ചിട്ടിട്ട് ഒരു 2 വീലർ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥ ഇന്ന് മൂവാറ്റുപുഴ പട്ടണത്തിലുണ്ട്. അതും ഈ MLAയുടെയും MP യുടെയും മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയുടെയും ഒക്കെ കെടുകാര്യസ്ഥതയുടെ ഫലമാണ്. അത് മൂവാറ്റുപുഴ പട്ടണത്തിൻ്റെ വികസനത്തെ വളരെയേറെ ബാധിച്ചിട്ടുണ്ട്. MLAയുടെയും MP യുടെയും നഗരസഭയുടെയും കെടുകാര്യസ്ഥത മൂലം നഗരത്തിൽ വികസന മുരടിപ്പാണെന്നും നഗരത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ 90% നടന്നിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചാണെന്നും T. ചന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ബസേലിയോസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. ശ്രേഷ്ഠ ബസേലിയോസ് പൗലോസ് സെക്കൻഡ് പാവയുടെ നാമധേയത്തിലുള്ള കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ വിവിധ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college@gmail.com.